നമസ്കാരം. കേരളത്തിൽ ഇന്ന് പൊതുവെ വരണ്ട അന്തരീക്ഷ സ്ഥിതിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ചാറ്റൽ മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത്. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശത്തും നേരിയ ചാറ്റൽ മഴ ഉണ്ടായേക്കാം. മറ്റു ജില്ലകളിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി പ്രതീക്ഷിക്കാം. കന്യാകുമാരി കടലിൽ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനും ഇടയിലാണ് അന്തരീക്ഷ ചുഴി. ഇത് കടലിലും തീരത്തും ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്ക് കാരണമായേക്കാം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ പകൽ താപനിലയിൽ വർധനവിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് രാത്രി താപനില അല്പം കുറയുവാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ മഴ സാധ്യത ഇല്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ജനുവരി 20 വരെ കേരളത്തിലെ ഒരു ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്ത് പകൽ സമയത്ത് ചൂട് കൂടുവാനും രാത്രിയിലും പുലർച്ചെയും നേരിയ തണുപ്പ് അനുഭവപ്പെടുവാനുമാണ് സാധ്യതയുള്ളത്. നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നേരിയ മഴ പെയ്തത്. വിവിധ ജില്ലകളിൽ ഗ്രീൻ അലർട്ടും നൽകിയിരുന്നു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലായിരുന്നു ഗ്രീൻ അലർട്ട് നൽകിയിരുന്നത്. അതായത് ഈ പ്രദേശങ്ങൾക്ക് നേരിയതോ മിതമായതോ ആയ മഴയാണ് പ്രതീക്ഷിക്കാവുന്നതെന്നാണ് മുന്നറിയിപ്പിൽ നൽകിയിരുന്നത്. കൂടാതെ പമ്പ, നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശീതകാല മഴ ആദ്യ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ കേരളത്തിൽ 152% മഴയാണ് കൂടുതലായി ലഭിച്ചത്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള മാസത്തെ മഴയാണ് ശീതകാല മഴയായി കണക്കാക്കുന്നത്. ജനുവരി ആദ്യ രണ്ടാഴ്ച ലഭിക്കേണ്ടത് 4.1 mm മഴയാണ്. എന്നാൽ 10.3 mm മഴയാണ് ലഭിച്ചത്. ആലപ്പുഴ, കണ്ണൂർ, ഇടുക്കി, കാസർഗോഡ്, കോട്ടയം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ മൺസൂൺ മഴ വളരെ കൂടുതലായാണ് ലഭിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന മഴ, അതായത് ശൈത്യകാലത്ത് സാധാരണയിൽ കൂടുതൽ മഴയാണ് ലഭിക്കുന്നത്. ജനുവരി പകുതിയോടെ സാധാരണയിൽ നിന്ന് താഴെ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനങ്ങളിൽ പറയുന്നത്. എന്നാൽ 2023 വരണ്ട കാലാവസ്ഥയ്ക്ക് വിപരീതമായി ഒറ്റപ്പെട്ട മഴയും കുറഞ്ഞ താപനിലയെ സ്വാധീനിക്കുന്ന സംവിധാനങ്ങളും കാരണം ജനുവരി പകുതിയോടെ കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ സജീവമായിരുന്നു. ഇത് മാറുന്ന രീതികളാണ് ഇപ്പോൾ കാണിക്കുന്നത്. സാധാരണ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നുണ്ട്. സമീപകാല പ്രവണതകൾ പ്രവചനാതീതമായി വർദ്ധിക്കുന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന് ചുറ്റും കനത്ത മഴയ്ക്കാണ് സാധ്യതയുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല.